ഇന്തോനേഷ്യയിലെ മൗണ്ട് ഡുക്കോനോ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് മലകയറ്റത്തിന് പോയ 3 ഹൈക്കർമാർ മരിച്ചു. സുരക്ഷാ മുന്നറിയിപ്പുകൾ അവഗണിച്ച് മലകയറിയ 20-അംഗ സംഘത്തിലെ അംഗങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. വെള്ളിയാഴ്ച രാവിലെ പ്രാദേശിക സമയം 7:41ഓടെയായിരുന്നു അഗ്നിപർവ്വത സ്ഫോടനം. ഏകദേശം 10 കിലോമീറ്റർ ഉയരത്തിൽ വരെ ചാരവും പുകയും ഉയർന്നു. മരിച്ചവരിൽ 2 വിദേശികളും ഒരു പ്രാദേശിക നിവാസിയും ഉൾപ്പെടുന്നു. അപകടത്തിൽപ്പെട്ട സംഘത്തിലെ 15 പേർക്ക് പരിക്കേൽക്കുകയും അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. അപകടത്തിൽപ്പെട്ട 20-അംഗ സംഘത്തിൽ 9 സിംഗപ്പൂർ സ്വദേശികളും ഉൾപ്പെട്ടിരുന്നു. അഗ്നിപർവ്വതത്തിൽ കയറുന്നതിന് അധികൃതർ നേരത്തെ തന്നെ വിലക്കേർപ്പെടുത്തിയിരുന്നു. ഇതവഗണിച്ച് മല കയറിയതാണ് ദുരന്തത്തിന് കാരണമായതെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. സുരക്ഷാ മുന്നറിയിപ്പുകൾ അവഗണിച്ച് മല കയറിയത് ഗുരുതരമായ വീഴ്ചയാണെന്നും ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്നും പോലീസ് അറിയിച്ചു. അപകട വിവരം ലഭിച്ചതിനെ തുടർന്ന് രക്ഷാപ്രവർത്തകർ ഉടൻ സ്ഥലത്തെത്തിയിരുന്നു. പരിക്കേറ്റവരെയെല്ലാം സുരക്ഷിതമായി മലയിറക്കിയെന്നും മരിച്ചവരുടെ മൃതദേഹങ്ങൾ വീണ്ടെടുക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു. മൗണ്ട് ഡുക്കോനോ ഇന്തോനേഷ്യയിലെ ഏറ്റവും സജീവമായ അഗ്നിപർവ്വതങ്ങളിൽ ഒന്നാണ്. തുടർച്ചയായി സ്ഫോടനങ്ങൾ ഉണ്ടാകാറുള്ള ഇവിടെ സുരക്ഷാ കാരണങ്ങളാൽ ക്രേറ്ററിന് 4 കിലോമീറ്റർ ചുറ്റളവിൽ പ്രവേശനം അനുവദിക്കാറില്ല. എന്നിട്ടും സാഹസികത തേടി വിനോദസഞ്ചാരികൾ ഇവിടെ എത്താറുണ്ട്.